ഹലോ, അസ്സാം വലൈക്കും. ആദ്യമേ തന്നെ ഉമ്മായെക്കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ഭയങ്കരമായിട്ട് നിങ്ങളിലോട്ട് എത്തി എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോഴാണ് വേറൊരു കാര്യം കമൻറ്റ് ബോക്സിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉമ്മച്ചീനെ കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഉപ്പായെക്കുറിച്ച് വീഡിയോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. ഇൻഷാ അല്ലാഹ് അപ്പോഴേ ഞാൻ നിയത്താക്കിയതാണ് ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോ അത് എൻ്റെ ഉപ്പച്ചീനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഉപ്പമാരെ കുറിച്ചായിരിക്കാം എന്നുള്ളത്. അതെ, ഇന്ന് ഞാൻ സംസാരിച്ചു പോകുന്നത് ഉപ്പായെക്കുറിച്ച്. 10 മാസം ചുമന്നതിൻ്റെ കണക്ക് പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ, പ്രയാസം വരുമ്പോഴേക്ക് ഉമ്മച്ചിമാർ പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിന്നെ 10 മാസം ചുമന്നിട്ടാണ് നീ ഈ ദുനിയാവിലോട്ടെത്തിയതെന്ന്. അപ്പോൾ പോലും ആ വീടിൻ്റെ ഒരു കോണിൽ ഉപ്പ ഉണ്ടാവും, ഒരു കണക്കും പറയാത്ത, നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരു റൂഹ്. അതാണല്ലോ ഉപ്പ, അല്ലേ? ഉപ്പയെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഉപ്പയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ദുനിയാവിൻ്റെ കോണിലുള്ള എല്ലാ ഉപ്പമാർക്കും വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങാം. കാരണം അവർ നമുക്ക് താങ്ങായവരാണ്, തണലായവരാണ്. അപ്പോഴാണ് ഒരു കവി എഴുതി വെച്ച കവിത അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ മനസ്സിൽ ചിന്തയിൽ വരുന്നത്. ചെറുതായിട്ടൊന്ന് മൂളി നോക്കാൻ ശ്രമിക്കാൻ, ഞാൻ വലിയൊരു സിംഗറൊന്നുമല്ല, എൻ്റെ തെറ്റുകൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. ഓക്കെ. എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്. അതെ, എൻ്റെ ഉപ്പച്ചി കൊണ്ട വെയിലാണ് എന്നെ തണലിലിരുത്തിയത്. എനിക്ക് വേണ്ടിയിട്ട് വെയിലത്ത് പണിയെടുത്തത് എൻ്റെ ഉപ്പയാണ്. ഉപ്പ ഉണ്ടായിരുന്ന കാലം അത്രയും ഞാൻ ഒന്നിനെക്കുറിച്ചും അറിഞ്ഞിരുന്നില്ല, ഒരു വേദനയും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് വിശപ്പ് എന്താണെന്ന് അറിയത്തില്ല, പട്ടിണി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ വിശന്നിരിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു റൂഹ് അതെൻ്റെ ഉപ്പയുടേതായിരുന്നു. എൻ്റെ ഉപ്പാൻ്റെ കണ്ണ് നിറയുമായിരുന്നു. ഈ പറഞ്ഞു വരുന്നത് എൻ്റെ ഉപ്പച്ചീനെ കുറിച്ചാണ് കേട്ടോ. എൻ്റെ ഉപ്പച്ചി കുറച്ച് ബോൾഡായ ഒരു മനുഷ്യനാണ്, അധികം ആരോടും വർത്തമാനം പറയാത്തൊരാൾ. എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പച്ചിയുടെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു തത്വം തന്നെ, ആവശ്യത്തിനല്ലേ വർത്താനം പറയേണ്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ഒരു ഫിലോസഫിക്കാരനാട്ടോ. നമ്മുടെ നാവ് അത് സൂക്ഷിച്ചില്ലെങ്കിൽ പടച്ചവൻ്റെ മുമ്പിൽ പോകുമ്പോൾ കണക്ക് പറയേണ്ടി വരും. സോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെ നാക്കും വാക്കുകളും ഒന്നും വളരെ അച്ചടക്കത്തോടു കൂടി ജീവിച്ചു പോയ ഒരാളാണ് എൻ്റെ ഉപ്പച്ചി. സോ എൻ്റെ ഉപ്പ അധികം ആരോടും അങ്ങനെ ബ്ലാ 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 അടിക്കാറില്ല. പക്ഷെ സംസാരിക്കുവാണെങ്കിൽ അത് കാര്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം സംസാരിച്ചിരുന്ന ഒരാളായിരുന്നു എൻ്റെ ഉപ്പ. അപ്പോൾ എൻ്റെ ഉപ്പച്ചി ഇമോഷണലി ഞാൻ കണ്ടിട്ടുള്ളത് ആകെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഉപ്പ എനിക്ക് വിശക്കുന്നുണ്ട് എന്നൊരു